ശബരിമലയിൽ നടന്ന കൊള്ള വലിയ പൊട്ടിത്തെറിയിൽ നിൽക്കുകയാണ്. കൊള്ള നടത്തിയവർ ജയിലറയ്ക്കുള്ളിൽ ഭ്രാന്തിളകി കിടക്കുന്നു. എല്ലാം അയ്യപ്പൻ കൊടുത്ത ശിക്ഷയാണെന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനിടയിലാണ് അയ്യപ്പനെ തൊട്ടവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന മഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് മോഹനൻ പറയുന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? എന്താണ് ശരിക്കും മഞ്ജുവിന് സംഭവിച്ചത്? അങ്ങനെ മഞ്ജു എന്നൊരാളുണ്ട് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. ശബരിമല ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എൻ്റെ ഭാര്യ മുസ്ലിമാണ്, പക്ഷേ ഹിന്ദു ആയിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് 2 മക്കൾ. ഈ കഴിഞ്ഞ ശബരിമലയിലും ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സങ്കടകരമായ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ കേരള ദളിത് ഫെഡറേഷന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചാത്തന്നൂർ സ്വദേശി SP മഞ്ജു. ഈ മഞ്ജു ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കയറി. സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി. അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു. വീണ്ടും ഡ്രൈ അടിച്ച് മുടി നരപ്പിച്ച വീണ്ടും അവിടെ കയറി. സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ സങ്കടകരം, 2-3 വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. ചാത്തന്നൂർ വീട്ടിൽ ഇപ്പോഴും കിടക്കുകയാണ്. ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിന് അടുത്താണ്. ഈ ഇടയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ വീൽ ചെയറിലാണ് എത്തിയത്. അപ്പോൾ മഞ്ജുവിനെ അവിടെ എത്തിച്ചത് ആരാണെന്നും എന്താണ് അതിൻ്റെ പിന്നിലെന്നും മറ്റൊരു സത്യമാണ്. അത് എത്തിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ഒരു ശക്തിക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഈ മഞ്ജുവിന് വലിയ അപകടം സംഭവിച്ചത്.